ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ആകയാൽ ഞാൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നെങ്കിൽ, അതായത് താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് കൊരിന്ത്യസഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഒരു ആത്മീയമായ മുന്നറിയിപ്പ് നൽകിയ, ആരെങ്കിലും ഇന്ന് ഗിബയോടെ അല്ലെങ്കിൽ ധൈര്യത്തോടെ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ ഓർക്കുക, വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇത് പശ്ചാത്തലം നമുക്കറിയാം. അതിന്റെ എന്താണ് പൗലോസിനെ പറയുന്നത് കാരണം അതിന്റെ 10-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കാമോ? എല്ലാവരും എടുത്ത് 10-ാം അധ്യായം കൊരിന്ത്യർ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 1. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാലയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാല ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, അങ്ങനല്ലേ? കളിപ്പാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുന്നുണ്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. ലോകാവസാനം താഴോട്ട് വായിക്കുമ്പോഴാണ് കാണുന്നത്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, താങ്കൾക്ക് ആകെയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഭീതിയോടെ നമ്മൾ ദൈവത്തിന്റെ ആ കൃപയോടെ ദൈവത്തിന്റെ സ്തോത്രം പറയും. കാരണം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി ഇസ്രായേലിൽ കൂടി നടത്തിയ ഇതങ്ങളെ ഒന്ന് ഊതി പറയുകയാണ്, വീണ്ടും വരച്ചു കാട്ടുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ നടന്ന ഒരു ദാരുണമായ ആത്മീയ അധപതനത്തെ കുറിച്ച്, ദൈവമക്കളുടെ വീഴ്ചയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഒന്നുകൂടി വരച്ചു കാണിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ അവിടെ നോക്കിക്കേ, എല്ലാം എഴുതിയിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കോ? വാക്യം വായിച്ചു നോക്കിക്കേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും ആണ് എഴുതിയിരിക്കുന്നത്. ആരും അതിനകത്ത് ഒഴിവാക്കില്ല. എല്ലാവരും ദേഹത്തിന് കീഴിലായിരുന്നു. അടുത്തതോ? അടുത്തത് എഴുതിയിരിക്കുന്നത് എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ്. അടുത്തത് എഴുതിയിരിക്കുന്നതാ എല്ലാവരും എല്ലാവരും. അതിനകത്ത് ചെന്നൈയൊന്നും മാറ്റി നിർത്തിയില്ല. എല്ലാവരും ദൈവകൃപ അനുഭവിച്ചവരായിരുന്നു. നമ്മളിതിന്റെ സ്പിരിച്വൽ മീനിംഗ് കൂടെ മനസ്സിലാക്കണം. നമ്മൾ വായിക്കുന്നത് എല്ലാവരും വേഗത്തിൽ കൂടെ നടന്നു, സമുദ്രത്തിൽ കൂടെ നടന്നു വായിച്ചപ്പോൾ അതിന്റെ ഒരു സ്പിരിച്വൽ മീനിങ്ങിനെ കുറിച്ച് ഇവിടെ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? അതൊരു സ്നാനമായിരുന്നു. ഇതിരിക്കുന്നുണ്ടോ? അതൊരു ബാപ്റ്റിസമായിരുന്നു. അവർ മേഘത്തിന്റെ കീഴിലായിരുന്നപ്പോൾ അക്ഷരികമായിട്ടൊരു മേഘം അവിടെ ഉണ്ടെങ്കിലും ആ മേഘം എന്ന് പറയുന്നത് ദൈവകൃപയായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. ദൈവത്തിന്റെ ശക്തിയുടെ നിറവിലായിരുന്നു. അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷനായിരുന്നു ദൈവം അവരെ നടത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുക, ആ മേഘത്തിൽ അവർ സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് എല്ലാവരും ചേർന്നു. താഴോട്ട് വായിക്കുന്നത് എല്ലാവരും കഴിച്ചതോ ഒരേ ആത്മീയമാണ്, കുടിച്ചതോ ഒരേ ആത്മീയ പാനീയം. പ്രിയമുള്ളവരെ, നമ്മളിതൊക്കെ വായിച്ചു വിടാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? എല്ലാവരും തിന്നത് കുടിച്ചത് ദൈവം കൊടുത്ത ഒരേ അപ്പവും ഒരേ വെള്ളവുമായിരുന്നു. പക്ഷെയോ അവിടെ എഴുതിയിട്ടുണ്ടോ? ആ കുടിച്ചതോ ആത്മീയ പാറയിൽ നിന്നായിരുന്നു. ആ പാറ ആരായിരുന്നു? പ്രിയമുള്ളവരെ, നമ്മള് പഴയ നിയമത്തിലൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട്, മോശയെന്ന് പാറയെ അടിച്ചു, പാറയോട് കൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാണ് വെള്ളം പുറപ്പെട്ടത്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ നിന്നാണ് കുടിച്ചത്.
പഴയ നിയമത്തിൽ പോലും ഹല്ലേലൂയ ആ ക്രിസ്തുവിനെ കുറിച്ച് വരച്ചു കാണിക്കുക. വരുമാനമുള്ള പൊരുളായ ആ ക്രിസ്തുവിനെ അവിടെ കാണിക്കുന്നവിടെ അക്ഷരികമായിട്ടുള്ള ക്രിസ്തുവിനെ അവർക്ക് കാണുവാനില്ലെങ്കിലും അവരെ അനുഗമിച്ചിരുന്നത് ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവായിരുന്ന പാറയായിരുന്നു. ആ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്, അവർ അനുഗ്രഹം പ്രാപിച്ചത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരുവിൻ, എന്റെ വിശ്വസിക്കുന്നവർ ഒഴുകുന്നത് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു പറയാൻ നേരിട്ട് അക്ഷരികമായിട്ട് ഉദയത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വാ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അതുകൊണ്ട് കുടിച്ചിട്ട് അവർക്ക് തൃപ്തി വന്നില്ല. ഒരല്പം ക്ഷീണം വരുമ്പോൾ ദാഹം വരുമ്പോൾ അവർ പെറുപെറുക്കുന്നു. അതുകൊണ്ടേ എന്നിട്ട് കാണുന്നത് എല്ലാവരും ഒരേ ആഹാരം തിന്നു, എല്ലാവരും ഒരേ പാനി കുടിച്ചു, ഒരേ പാട്ടുമൊക്കെ പാടി വന്നു. പക്ഷേ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. എന്താണെന്ന് കാരണം എഴുതിയിട്ടുണ്ട്. പെറുപെറുത്തു, അവർ ദുർഭോഗികളായി, വിഗ്രഹ ആരാധനക്കാരായി മാറി. അവർക്ക് അല്പം ക്ഷീണങ്ങൾ പ്രയാസങ്ങൾ വന്നപ്പോൾ അവർ പെറുപെറുക്കാൻ തുടങ്ങി. എന്നാൽ എല്ലാം പലമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ വായിക്കുന്ന വാക്യമുണ്ട്, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കഴിപ്പാനും. ഒന്നുകൂടി പറഞ്ഞാലേ അവരുടെ ലക്ഷ്യം മാറിപ്പോയി. ഇപ്പോൾ എന്താ ഓർമ്മ? എല്ലാവരും വായിച്ച് കാണി. ഇപ്പോൾ ലക്ഷ്യം മാറിയപ്പോൾ അവരുടെ ചിന്ത എന്താണ്? ജനത്തിന് തിന്നാൻ മതി, ജനത്തിന് കുടിപ്പാൻ മതി, ജനത്തിന് കളിച്ചാൽ മതി. ഹല്ലേലൂയ. കാരണം ദൈവകൃപയുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, പാട്ടുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ആത്മീയ ലോകത്തെ വരച്ചു കാണിച്ചുകൊണ്ടാണ് ഓരോ സഹോദരൻ പറയുന്നത്. പഴയ നിയമത്തിലെ സംഭവം കാണിക്കുക. ജനം വാഗ്ദത്ത കരാനാട്ടിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അതിൽ മാത്രം സംതൃപ്തി അടഞ്ഞു. ജനത്തിന് ഇപ്പോൾ ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. തിന്നാ മതി, കുടിച്ചാൽ മതി, ഇനിയോ കളിച്ചാൽ മതി. അല്ലേ? ഹല്ലേലൂയ. ഇതൊക്കെ ദൈവമക്കൾ പോലും പണ്ടൊക്കെ വലിയ ഈ ഗെയിംസോ അങ്ങനെ കളികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആകുന്നത് എല്ലാ കാര്യത്തിലും ഇപ്പോഴാകുന്നത് ദൈവമക്കളാണെന്ന് തോന്നി. ഹല്ലേലൂയ. അപ്പോഴേ ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവജനത്തെ ഇവിടെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഔസരം പറയുക, ജനം തിന്നാൻ കുടിപ്പാൻ മാത്രമിരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവിടെ ജനത്തിന് വേണ്ടി മാത്രമുള്ള ചിന്ത. പക്ഷേ എത്തിച്ചേരേണ്ടത് വാഗ്ദത്ത കരാറിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ലക്ഷ്യം മറന്നുകൊണ്ട് അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. ഇതിന്റെ കാട്ടിയിരിക്കുന്നതാണ് കർത്താവിനെ പരീക്ഷിക്കുക. ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കാരണം വായിച്ചേ. അവർ പരീക്ഷിച്ച സർപ്പങ്ങളെ നശിച്ചു പോയതുപോലെ കർത്താവിനെ പരീക്ഷിക്കുക. ഇതൊക്കെ ദൈവം തന്നിട്ട്, ദൈവം നന്മകളെ തന്നിട്ട്, ഹല്ലേലൂയ, കർത്താവിനെ പരീക്ഷിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടെല്ലാം പറഞ്ഞിട്ടാണ് ഇത് ബുദ്ധി ഉപദേശത്തിനായി തന്നിരിക്കുക. കാരണം ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മള് ഈ പശ്ചിമേഷ്യയിലേക്ക് നോക്കിക്കുക, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലേക്ക് നോക്കിക്കുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളും കത്തിക്കൊണ്ടിരിക്കുക. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും രാജ്യങ്ങളെന്ന് പേര് കേട്ടുകൊണ്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾ കുടിയേറി പാർക്കുവാനായിട്ട് ആഗ്രഹിച്ച, അല്ലെ, ഒന്ന് അമേരിക്കയിൽ ചെന്നാൽ മതി എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയിട്ടില്ല. പ്രത്യേകിച്ച് മതമുസ്ലിങ്ങളുടെ ചിന്താഗതിയാണ് അമേരിക്കയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഇപ്പൊ കാഴ്ചപ്പാട് മാറിയില്ലേ? ഇപ്പൊ നമ്മൾ നോക്കിക്കേ, ഗൾഫ് നാടുകളിലേക്ക് നോക്കിക്കേ, ഇറാൻ നമ്മുടെ രാജ്യം കത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെ, പല പല രാജ്യങ്ങൾ ഇതുപോലെ കത്തിക്കൊണ്ടിരിക്കുക. ആക്രമണങ്ങൾ, കലാപങ്ങൾ, കൊള്ളകൾ, ഇതെല്ലാം വായിക്കുമ്പോൾ പാട്ടുകാരൻ പാടുന്നതുപോലെ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പിന്നീട് വായിക്കുന്നതാ രാജ്യത്തോട് എതിർപ്പ്. ഇതെല്ലാം കാണുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അത്തിയെ നോക്കി പഠിപ്പിൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ അത്തി ഉദ്ദേശിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത്തിയെ കുറിച്ച് പറയുമ്പോൾ അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇസ്രായേൽ ജനത്തെയാണ് പറയുന്നത്. മനസ്സിലായോ? അത്തിയുടെ തണുപ്പ് കാണുമ്പോൾ നിങ്ങൾ ഓർത്തുവേണം, ഇസ്രായേൽ ജനത്തിന്റെ, അതായത് യഹൂദ ജനത്തിന്റെ ഓരോ കൊച്ചു രാജ്യങ്ങളെ, ലോക രാജ്യങ്ങളെ കിടുകിട വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത്തിയുടെ തണുപ്പ് കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, കർത്താവിന്റെ ആസനമായി നിങ്ങൾ എഴുതിയത് ബൈബിളിൽ വായിച്ചു നോക്കണം. ഹല്ലേലൂയ. കഥയായിട്ട് വായിക്കരുത്. ഇസ്രായേൽ ജനത്തെയാണ് അത്തിയായിട്ട് കാണുന്നത്, അത്തിയോട് ഉപമിച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. അങ്ങനെ അത്തിയും തളർത്തുകൊണ്ടിരിക്കുക. ഇസ്രായേലിന്റെ യഹൂദന്മാരെ തുടങ്ങിയിട്ടുണ്ടോ? വലിയ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക പോലും ഇസ്രായേൽ രാജ്യത്തിന് മുന്നിൽ തലകുലിച്ചത് വലിയ അവൻ എന്ത് ചെയ്യണം ഉദ്ദേശിച്ചാൽ അവൻ ആ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഒരു റിമോട്ട് അമർത്തി കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ. അല്ലേ ഇന്ത്യ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക പ്രിയമുള്ളവരെ, എത്ര ഭൂകമ്പ അറകളിൽ ഭീകരന്മാർ ഒളിച്ചിരുന്നാലും നോക്കുക, ഒരു കൊച്ചു രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് മേധാവികൾക്ക് ആ രഹസ്യ നിരീക്ഷണം നടത്തുന്ന ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കുവാനും അതിനെ പരാജയപ്പെടുത്താനും പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഹല്ലേലൂയ, ഇന്ന് നമ്മൾ ലോകത്തിന്റെ ആ ഗതി എങ്ങോട്ടെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് വരുവാൻ ലോക അവസാനം നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് ഹല്ലേലൂയ ആസന്നമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ലോക സംഭവങ്ങൾ കാണുമ്പോൾ അതാണ് കാണുന്നത്. രാജ്യകാര്യത്തോട് നിൽക്കുന്നു, സമാധാനമില്ല, ശാന്തിയില്ല, മനുഷ്യർക്ക് നമ്മൾ തിരിച്ചറിയാൻ വേഗ. അതുകൊണ്ടാണ് തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്ന അന്ത്യകാലം ദുർഘട സമയങ്ങൾ വരും മനുഷ്യർ സ്വസേനികളും വിദ്യാർത്ഥികളും അമ്മ പറയുന്നത് ദൂഷകന്മാർ അമ്മയന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും കിടന്നത് ഒരിക്കലും അവർക്ക് അജയത്തിന്മാരും ഉഗ്രന്മാരും സങ്കടദോഷികളും ആയിട്ട് ഭക്തിയുടെ വേഷം ധരിച്ച ശക്തിയെ ധരിക്കുന്നവരായി തീരും എന്ന തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കിക്കേ, ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഇന്ന് നാം കാട്ടിക്കൂട്ടുന്ന ആത്മീയ ലോകത്തില് അതിനകത്ത് ക്രിസ്ത്യാനിസമില്ല, ഹിന്ദുക്കളില്ല, മുസ്ലിംസ് ഒന്നുമില്ല. എല്ലാവരും ഇത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വരവ് ഈ കർത്താവിന്റെ വരവിൽ ഞാൻ ഇത് ബുദ്ധി ഉപദേശത്തിനായി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവരെല്ലാവരും സ്ഥാനപ്പെട്ടവരാ, ഒരേ അജ്ഞാനം ചെന്നവരാ, കൈയടിച്ച് വാങ്ങിയവരാ. പക്ഷേ അവരെല്ലാവരും മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. ഈ രാത്രിസമയം പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് വേണ്ടതൊക്കെ നൽകി ഇത്രത്തോളം നിർത്തിയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ എന്തെങ്കിലും കഴിവുണ്ടോ യോഗ്യതയല്ല. ആലോചിച്ച് പറയേണ്ടതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, ആരും ഗമേരിക്കേണ്ട, ആരും വലിയ ധീരസാഹസ്യ കഥകളൊന്നും മുഴക്കണ്ട. നിൽക്കുന്നു തോന്നെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അവരിങ്ങനെ ധീരഹാസകൾ അടിച്ചു വന്നതാ. നിൽക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കർത്താവേ എന്നെ ഈ കൃപയിൽ നിർത്തണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പൗലോസ് ലേഖനം 5-ാം അധ്യായത്തിൽ വീണ്ടും എടുത്താൽ 15-ാം അധ്യായം 9-ാം അധ്യായം 15-ലെ 9-ാമത്തെ വാക്യങ്ങൾ വായിച്ചു. ഇത്രയും വലിയ ലിസ്റ്റ് ചെയ്ത അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ പൗലോസ് മറ്റ് അപ്പോസ്തലന്മാരെ വരുമ്പോഴേ ഓർമ്മ വരുന്നത് ആരെയാണ്? പൗലോസിന് അത്രമാത്രം വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്ത ദൈവദാസൻ പറയുക, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയ. ഇതിന് പറയുന്നതാ അപ്പസ്തോലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് എനിക്കറിയാം. യേശുക്രിസ്തുവിനെ നോക്കി എന്നിട്ട് എന്താ പറഞ്ഞ അർത്ഥത്? ദൈവസഭയെ ഉപദ്രവിച്ചവനായിരുന്നു. കാരണം ഹല്ലേലൂയ, ദൈവസഭയെ ഉപദ്രവിച്ച് ദൈവം ആ കർത്താവിന്റെ യഥാർത്ഥ രക്ഷയെന്നോ കർത്താവ് ആരെന്നോ അറിയാതെ ഹല്ലേലൂയ ഒരു മൂഢസ്വർഗത്തിലായിക്കൊണ്ട് എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്തപ്പോൾ ഹല്ലേലൂയ ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനായിരുന്നു. എങ്കിലും ഇന്ന് ഞാൻ പുസ്തകം പിടിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് നമ്മൾ ഈ കസേരയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ ഓർക്കേണ്ടത് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഞാനിതൊന്നും യോഗ്യനല്ലായിരുന്നു കർത്താവേ. അല്ലേ അല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. ഇത്രയും ദൈവശബ്ദം കേട്ട 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു ഭക്തൻ വിളിച്ചു പറയുകയാണ്, ഞാനിതിലൊന്നും യോഗ്യനല്ല, ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്, വിടിപ്പിച്ചവനാണ്, ഏറ്റവും അപ്പസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൽ പറയുക, കർത്താവേ ഞാൻ ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണെന്ന്. ദൈവമക്കളെ, മറ്റുള്ളവരെയൊക്കെ നമ്മൾ വിമർശിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും അവരെയൊക്കെ നമ്മൾ പരിഹസിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും
എന്ത് പറയും അല്ലെ? മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മൾ അവരെയൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ നിർത്തിയിട്ട് അവരുടെ കർത്താവേ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഞാൻ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഈ രാവിലെ സമയം നമുക്ക് ചില ഭാഗങ്ങൾ കൂടി ഒന്ന് കടന്നു പോകാനിടയായിരിക്കട്ടെ. നമ്മളെ പലപ്പോഴും ഇവിടെ മിടുക്കന്മാരായി ഇരിക്കുമ്പോൾ, ഞാൻ നിൽക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പിശാച് നമ്മളെ തകർത്ത് കളയുവാൻ നമ്മൾ തിരിച്ചറിയാറുണ്ടോ അല്ലേ? പലപ്പോഴും എത്രയോ അപകടങ്ങൾ വരുന്നത് നമ്മൾ പോലും അറിയാതെ, ഒന്നുകൂടി പറഞ്ഞാൽ തിരിച്ചറിയാൻ അറിയാതെ നമ്മളെ ദൈവം സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്ന വിധങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 31 വാക്യങ്ങൾ. ഇത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കിടക്കണം. ശിമോനെ പറയുമ്പോൾ സന്തോഷേ മാത്യു അല്ലെ? ഇവിടെ ഓരോ സഹോദരന്മാരുടെ പേര് കൊണ്ടുള്ള കർത്താവ് പറയുന്നത് ഹല്ലേലൂയ. അതെ, സിസ്റ്ററെ അല്ലെങ്കിൽ ബീനെ അല്ലെങ്കിൽ മാത്യു എന്ന് വിളിച്ചോട് പറയാ, മാത്യു നിന്നെ പലപ്പോഴും സാത്താൻ ഗോതമ്പ് പോലെ മാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചതാ. കാരണം ദൈവത്തിന് അനുവാദമില്ലെങ്കിൽ നമ്മളെ തൊടാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന്റെ കരുണ ചിന്തിക്കണം. വ്യക്തമായിട്ട് കർത്താവ് പറയുക, ഹല്ലേലൂയ, നീ തകർന്നു പോകാതിരിക്കേണ്ടതിന് അല്ലെ, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു. ദൈവത്തോട് വായിക്കോ, ദൈവത്തോട് അപേക്ഷിച്ചു, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അതുകൊണ്ടാണ് പത്രോസേ നീ ഇവിടെ നിൽക്കുന്നത്. നീ എന്ന് പറയുന്നില്ല, നീ അതി പറയത്തില്ല, എന്ന് പറയത്തില്ലേ, ഒന്നും എടുക്കേണ്ട പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ നിർത്തിയെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അതാണ് 2026 വർഷത്തിന്റെ ആദ്യ മാസത്തിൽ ഓർക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിൽക്കുന്നെങ്കിൽ പിശാച് പലപ്പോഴും ഈ പിശാച് പല കാര്യങ്ങളും മാറിപ്പോകും, മറ്റു നമ്മളെ പേടിക്കേണ്ടതല്ല. അതൊക്കെ ചിന്താഗതി മാറണം പ്രിയമുള്ളവരെ അല്ലെ? ഏതൊക്കെ ഊര കുടുക്കി നമ്മളെ കൊണ്ട് എത്തിച്ചതെന്ന് അറിയാമോ അല്ലെ? നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ മണ്ഡലത്തിലും കൊണ്ട് ഏതൊക്കെ ചില കേസുകളിൽ നമ്മൾ ചെന്ന് പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ അല്ലെ? ദൈവം അവിടുന്ന് എല്ലാം ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ, ദൈവം നമ്മളെ തേടി വന്നെങ്കിൽ, അല്ലെങ്കിൽ പത്രോസേ നീ തകർന്നു പോകേണ്ടതായിരുന്നു, ഹല്ലേലൂയ, വീണ് പോകേണ്ടതായിരുന്നു. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി നിത്യം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും ആരോഗ്യത്തോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ബൈബിൾമാർ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. അത് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിൽ തുള്ളികൾ വീഴണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഉപരിയായിട്ട് കണ്ടത്. അവസാനം പത്രോസിനോട് കർത്താവ് ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ? എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഈ ദിവസം. യോഹന്നാൻ സുവിശേഷം എടുത്തേ, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം എടുത്തേ, 15, 16, 17 വാക്യങ്ങൾ വായിക്കാമോ? എല്ലാവരും എടുത്തിട്ട് വായിച്ചേ. പ്രാർത്ഥനയ്ക്ക് ശേഷം യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുമെന്നും ഇവിടെ ശീമോനോട്, പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അതിന് ആ ഇന്റർവ്യൂ പറഞ്ഞു. എന്താ പത്രോസിനോട് അങ്ങനെ ചോദിക്കാൻ കാരണം? എന്താ പറഞ്ഞു? 3 പ്രാവശ്യം തള്ളിപ്പോയതൊക്കെ ശരിയാണ്. പക്ഷേ സ്നേഹിക്കാൻ പറ്റണം. എന്താ സ്നേഹിക്കാൻ? ഇവിടെ നിൽക്കുന്ന
യാക്കോബിനേക്കാൾ, യോഹന്നാനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, പീലിപ്പോസിനേക്കാൾ, തോമസിനേക്കാൾ നിനക്ക് പത്രോസേ എന്നോട് സ്നേഹമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണ് പേഴ്സണലായിട്ട്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ദൈവത്തെ സ്നേഹിക്കുന്നു. കാരണം എന്താ? ഞാൻ പറഞ്ഞു, അതിൽ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഉപരിയായിട്ട് ഞാൻ പറഞ്ഞു. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. യേശുവിനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നുണ്ട്. ആരായിരുന്നു? യൂദ. യൂദയെ ചിന്തിക്കപ്പെടുന്നവരെ ഇപ്പോൾ യൂദയെ നിങ്ങളാരും ഇവിടെ ഇല്ലേ? യൂദയെ യൂദ ആത്മഹത്യ ചെയ്തു. സ്വന്തം പ്രാണനെ ബലി കൊടുത്തു. ആരും പോയി? പിശാച്. പിശാച് അവന്റെ കയറിയുള്ള വചനത്തിൽ വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. പിശാച് അവന്റെ കയറി. ഒരല്പം മനസ്സാന്തവും സഹതാപവും ഉണ്ടായിട്ടും കർത്താവിനെ ഒറ്റിക്കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് മനസ്താപം ഉണ്ടെങ്കിലും അവന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന പൈശാചിക ശക്തി അവന്റെ ജീവനെ അവസാനിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എനിക്ക് തന്നെ ആരെയും ഞാൻ തള്ളിക്കളഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യസമയത്തോട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതോട് പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നീ തന്ന ഒരുവരെയും ഞാൻ കൈവിട്ടില്ല, എല്ലാവരുടെ കൂടെയുണ്ട്. പക്ഷേ ഒരു കാര്യം, കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ട് പിശാചിൽ വ്യാപരിച്ച പിശാച് അവന്റെ പ്രാണനെ, അവന്റെ ആത്മാവിനെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഒരു ദുരന്ത കഥാപാത്രമായിട്ട്, ഒരു പൈശാചിക അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന, അത് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുമ്പോൾ യൂദയെന്ന് പേര് കേൾക്കുമ്പോൾ പോലും നമുക്ക് അസ്വസ്ഥതയുളവാക്കുന്ന ഒരു പേരായിരുന്നെങ്കിൽ അതേപോലെ പത്രോസും കർത്താവിനെ തള്ളിപ്പറഞ്ഞതാണ്. അല്ലേ? നമ്മൾ നോക്കേണ്ടത് എന്താ? നമ്മളെ കർത്താവിനെ എത്രയോ സമയം നമ്മൾ തള്ളിക്കളയാൻ കൊണ്ടുപോയി നമ്മൾ ചിന്തിക്കണം. ദൈവം ശാന്തമായിട്ട് ചിന്തിച്ച് നമ്മൾ ദൈവസ്നേഹത്തെ മറന്ന് ആ കർത്താവിനെ നമ്മൾ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അല്ലെങ്കിൽ ഞാൻ കാണിക്കേണ്ട വ്യക്തിത്വം കാണിക്കാതെ, ഞാൻ ആയിരിക്കേണ്ട ദൈവവൈദ്യുള്ള ആ ബഹുമതി കാണിക്കാതെ നമ്മൾ എത്ര പ്രാവശ്യം കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞെങ്കിൽ നമ്മൾ 300 പ്രാവശ്യമായിരിക്കും തള്ളിക്കളഞ്ഞത് പറഞ്ഞത്. പക്ഷേ ഓർമ്മ കാര്യം, പത്രോസേ, ഇന്ന് നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്റെ പ്രാണനെ തൊടാതെ വണ്ണം പിശാചിനെ അനുവദിക്കാതെ എന്ന് നിർത്തിയെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ടാണ് പത്രോസേ, നിൽക്കുന്നതെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നത് അത് തന്നെയാണ്. താൻ നിൽക്കുമെന്ന് തോന്നുന്നെങ്കിൽ അവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. ശത്രു പലപ്പോഴും നമ്മളെ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തോട്, പ്രാണനോട് അല്ലെങ്കിൽ ആയുസ്സോട് പോരാടിയ എത്രയോ സമയങ്ങളുണ്ട്. എന്നാൽ നമ്മൾ പോലും അറിയാതെ, അറിയാതെ, ലോകത്തിലുള്ള മനുഷ്യരും അറിയാതെ ദൈവം നമ്മളെ തന്റെ കരത്തിൽ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്, താങ്ങി നിർത്തിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധികേട് കൊണ്ട്, നമ്മുടേതായ ശ്രദ്ധക്കുറവ് കൊണ്ട്, നമ്മുടേതായ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ദൈവത്തെ ജീവിച്ചപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയതായിരുന്നു. എന്നാൽ അവിടെ ദൈവത്തിന്റെ കരം നമ്മളെ തേടി വന്നു. ആ തേടി വന്നതേ ഇവിടെ 21-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം കാണുന്നുണ്ട്. 21-ാം അധ്യായം വരെ അതിന് ആദ്യവാക്യം നമുക്ക് വായിച്ച് ആ തേടി വന്നതിന്റെ അനുഭവം കാണണം. നമ്മളെ അത് ചിന്തിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ പ്രാക്ടിക്കലായിട്ട് കമ്പയർ ചെയ്യാൻ പോകാം. 21-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം ബൈബിൾ മണിക്കരുത്, നിർത്താൻ പോകല്ല, കുറച്ച് സമയങ്ങളുണ്ട്. 21-ാം അധ്യായം 1 മുതൽ വാക്യം വായിച്ച പെട്ടെന്ന്. അതിനുശേഷം ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചയായപ്പോൾ യേശു കരയിട്ട് നിന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുകയും എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. 2 പ്രാവശ്യം കർത്താവിന്റെ
സന്നിധിയിൽ അല്ലെങ്കിൽ അവൻ വല വീശി 2 പ്രാവശ്യം കാണും. ഒന്ന് വഴിയാണ് രൂപത്തിൽ വിശേഷം 5-ാം അധ്യായത്തിൽ ഗന്നേസരുടെ ഭാഗത്തിൽ വല വീശുന്നുണ്ട്. വല്ലതുണ്ടോ പറഞ്ഞു? നമ്മളെ ചിന്തിപ്പിക്കും. രാവിലെ സമയം പറഞ്ഞ ചിന്തിച്ച് പോവുകയായിരുന്നു. ആദ്യവും അവസാനവും എന്താ ചിന്തിക്കണം. ആദ്യം ഗന്നേസരുടെ ഭാഗത്തിന്റെ തീരത്ത് വല വീശി രാത്രികളിൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്നൊരു വെറുകയോടെ കളിക്കുന്ന പത്രോസ്. എന്നാൽ 21-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോ പണിയെല്ലാം നിർത്തി മനുഷ്യരിക്കുന്ന ആത്മം പറഞ്ഞുകൊണ്ട് കർത്താവിന് പുറകെ നടന്നു. കർത്താവ് ഉയർന്നു കഴിഞ്ഞു. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ പറ്റി പഴയ തൊഴിലേക്ക് പോയി. അല്ലേ? വല കിട്ടിയോ? ഒന്ന് ചിന്തിച്ചിട്ടില്ല. ഒന്നുമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് രാത്രി മുഴുവൻ പണി കിട്ടിയിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കർത്താവ് അവിടെ ചോദിക്കുന്നു. നേരത്തെ ചോദിക്കുന്നില്ല. ഉണ്ടോ? നേരത്തെ ചോദിക്കുന്നുണ്ടോ പത്രോസിനോട്? പത്രോസെ വല്ലതും കിട്ടിയോ? ഒന്ന് ചോദിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്താ കൂട്ടാൻ വല്ലതും? എന്നാ നമ്മുടെയൊക്കെ ചിന്തയാണ്. ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം അനുവദിച്ചാണ്. ഹല്ലേലൂയ. അവിടെ കർത്താവ് കാണിക്കുന്നുണ്ട്. വലത്തോത്തം വീശിക്കോ കിടപ്പുണ്ടവിടെ. പക്ഷേ തമ്പുരാൻ പറയാതെ ചില ജീവിതത്തിൽ ചില പരാജയങ്ങളും ചില ചൂടുകളൊക്കെ വരുത്തുമ്പോൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. അതിലൊന്നും കയറ്റാതെ അടച്ചു വെച്ചിരിക്കുന്ന തമ്പുരാൻ കർത്താവാണ്. ദൈവം അനുവദിക്കാതെ ഹല്ലേലൂയ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. പത്രോസിനെ അതുകൂടി ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. എവിടെ ഞാൻ അതിലേക്കല്ല പോകുന്നത്. എന്നിട്ട് പിന്മാറിപ്പോയ പത്രോസിനെ കാണുന്നത് നമ്മൾ അതിലേക്കാണ് വേണ്ടത്. ഹല്ലേലൂയ. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം യേശു ഇല്ല, കൂടെയില്ല. ശിശുമാരുടെ പറയും, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റുള്ളവരെ കൂടെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി ചിന്തിക്കുക. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയും, എന്നാ പത്രോസേ ഞാനും പോയി, നീ പോകുകയല്ലേ? നീ എന്നെ പറ്റിയ കർത്താവേ, ഞാൻ ആരോഗ്യത്തോട് ആര് തന്നെ പറഞ്ഞാൽ ഞാൻ പറയത്തില്ല, ഇതിനോടുകൂടി മരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീരകാസമായിരിക്കും പത്രോസല്ലേ. അതുകൊണ്ട് പത്രോസ് പിന്മാറുന്നതുകൊണ്ട് ചിലരുടെയൊക്കെ കുഴപ്പമാണ്. അവൻ പോയില്ല, അതുകൊണ്ട് ഞാൻ പോകില്ല. അല്ലേ? അവൻ ആരാധനയ്ക്ക് പോകുന്നില്ല. അവൻ പറഞ്ഞു നമ്മൾ മറ്റുള്ളവരെ കൂടെ ചെയ്യാൻ നോക്കും. ഹല്ലേലൂയ. എന്നിട്ട് പത്രോസിനോട് കൂടെ മറ്റുള്ളവർ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയം. ഇവന്റെ പരാജയം അവനിലേക്ക് വ്യാപിച്ചു. അതുകൂടെ ഓർക്കണം. ഹല്ലേലൂയ. അത് ഞാൻ ചിലപ്പോൾ നിർത്തുന്നു. എന്നിട്ട് കർത്താവ് ആ തേടി വന്നതാണ് അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എവിടെയായിരുന്നാലും ഹല്ലേലൂയ ആ കർത്താവിന്റെ സ്നേഹം നമ്മൾ പാടി എന്നെ നന്നായി അറിഞ്ഞു, എന്നെ നന്നായി പുലർത്തും. അപ്പൻ്റെ അമ്മയുടെ വാത്സല്യവും സ്നേഹവും പോലും പാടിയില്ലേ? നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ പിന്മാറി പോയിട്ട് ഒന്നും കയ്യിലില്ലെങ്കിൽ വെറും കൈയായിരിക്കുന്നെങ്കിലും പത്രോസ് കടലിൽ നിന്ന് കയറി വന്നപ്പോൾ ഹല്ലേലൂയ നീ അധ്വാനിച്ചതോ കഷ്ടപ്പെട്ടതോ ഒന്നുമല്ല, തീരത്തൊരുക്കി വെച്ചിരിക്കുന്ന ആ വിഭവങ്ങളെന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. തീക്കനൽ കൂട്ടിവെച്ചിട്ട് കനലിന്മേൽ അപ്പം വായിച്ചേ. വായിക്കോ? ആരോട് വായിച്ചില്ലേ? വായിച്ചില്ലേ? ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മടത്തിലധികം ദൂരത്തിലാകിയാൽ മീൻ നിറഞ്ഞ വല ഇടിച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അതിന്മേൽ തീ വെച്ചിരിക്കുക, അപ്പം വെച്ചിരിക്കുക, മീൻ വെച്ചിരിക്കുക. പത്രോസ് അധ്വാനിച്ചതാണോ? പത്രോസ് വലയിലാണോ? അത് അല്ല. ഈ രാവിലെ സമയം ഓർക്കേണ്ടത് പ്രിയമുള്ളവരെ, എത്ര മാത്രം പിന്മാറിപ്പോയാലും, ദൈവത്തെ ഉപേക്ഷിച്ചാലും, ദൈവത്തെ തള്ളിക്കളഞ്ഞാലും, തള്ളിപ്പറഞ്ഞാലും, നമ്മളെ സ്നേഹിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം കാണേണ്ടത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അല്ലേ? നമുക്ക് ആ ഓർത്ത് നോക്കിക്കേ. ഇന്ന് നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ, നമ്മുടെയൊക്കെ കഴിഞ്ഞ നാളുകളിലെ ഇടപാടുകൾ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ ദൈവം നമ്മളെ പോലെയൊക്കെ പ്രതികരിക്കുവാണെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ പദവിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആ കരുണ ഹല്ലേലൂയ അതുകൊണ്ടാ പാടുക. തേടി വന്നു എന്താ പാടുന്നത്? ഹല്ലേലൂയ. ദോഷിയ കർത്താവേ, എന്നിട്ടും എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ സ്വഭാവം ഇതാണെന്ന് അറിയാൻ വന്നിട്ട് അല്ലേ? ഹല്ലേലൂയ. എന്റെ സ്വഭാവം ഇതാണ്,
എന്റെ ദുശീലം ഇതാണ്, എന്റെ ബലഹീനത ഇതാണ്, ഞാൻ പാപിയാണ്, എന്റെ വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്. എന്നിട്ടും എന്റെ പൊന്നും തമ്പുരാനേ, ആ പന്നിക്കുഴിയിലേക്ക്, അല്ലെ, ആ ചാഞ്ഞുകിടന്ന അവസ്ഥയിലേക്ക്, ആ ക്ലേശകരമായ പാപത്തിലേക്ക് എന്നെ തള്ളിവിടാതെ പിന്മാറിപ്പോയ അവിടെ പിന്മാറിപ്പോകാതെ, മകനെ ഇതാ നിനക്ക് അപ്പം, ഇതാ നിനക്ക് മീനെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഹല്ലേലൂയ കരങ്ങളിൽ അപ്പം വെച്ച് നമ്മളെ മാടി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. അതുകൊണ്ട് ചിരിക്കുന്നവരോട് ഓരോരുത്തരും ചോദിക്കുക, മകനെ മകളെ, ഇവരിൽ അധികമായി നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? പറയണം, കരവിട്ട് പറയാൻ പറ്റുമോ? കർത്താവേ, ജാതിനെ സ്നേഹിക്കുന്നു, ജാതിനെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ പിന്മാറിപ്പോയതാ. എന്റെ സ്വഭാവം അതായിരുന്നു, എന്റെ വീഴ്ചയായിരുന്നു, എന്റെ കയ്യിരിപ്പതായിരുന്നു, എന്റെ സ്വഭാവം അതായിരുന്നു. എങ്കിലും ഹല്ലേലൂയ എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, ഭർത്താവ് ഇഷ്ടമല്ലായിരുന്നു, മക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞപ്പോഴും ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴും എന്നെ തേടി വന്ന് എനിക്ക് ആവശ്യമുള്ളത് തന്ന് എന്നെ തൃപ്തിപ്പെടുത്തിയ ആ ദൈവത്തിന്റെ കൃപ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ നിൽക്കുന്നവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. പത്രോസേ, നീ വീണു പോകേണ്ടതാ, അല്ലെ? പത്രോസിനെ വിട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ഈ 2026 നമ്മൾ പ്രവേശിച്ചു. 2025 ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ തകർന്നു പോകേണ്ടതായിരുന്നു. ഹല്ലേലൂയ ആരുടെ കുറ്റമുണ്ടല്ല, നമ്മുടെയൊക്കെ സ്വഭാവം കൊണ്ട്, വീഴ്ച കൊണ്ട് ദൈവത്തിനെതിരെ പിറവിടുത്തപ്പോൾ, പരിഹരിച്ചപ്പോൾ, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞപ്പോൾ, നമ്മൾ ദൈവത്തെ മറന്നു ജീവിച്ചപ്പോൾ, പാപം ചെയ്തപ്പോൾ, ഇന്ന് നമ്മുടെ പ്രാണനെ തൊടാതെ വണ്ണം ഹല്ലേലൂയ ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നെങ്കിൽ ആ ദൈവത്തിന് എത്രയോ സ്വന്തം പറയണം. ഹല്ലേലൂയ. നമ്മൾ കഴിച്ച മരുന്നോ, നമ്മളെടുക്കുന്ന ട്രീറ്റ്മെന്റോ, നമ്മൾ ഫുഡ്, അല്ലെ, ഇതൊക്കെ കഴിക്കാത്തത് ഒന്നുമല്ല പ്രിയമുള്ളവരെ. നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുന്നത് അത് ദൈവത്തിന്റെ കൃപ എന്നെ പറയുവാനുള്ളൂ. ഹല്ലേലൂയ. ഈ രാജസ്വ ദൈവസ്വനായിരിക്കുമ്പോൾ ആ ദൈവത്തിന് എത്രമാത്രം നമുക്ക് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യാൻ പറ്റും. ശിവനെ പലപ്പോഴും അല്ലെ സാത്താൻ ഗോതമ്പ് പോലെ മാറ്റേണ്ടത്. ഈ ഗോതമ്പ് പോലെ ഞാൻ കണ്ടു, ഗോതമ്പ് പോലെ മാറ്റേണ്ടത്. ഈ കൃഷി ചെയ്തവർക്കും കൃഷിക്കാർക്കും പോയുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയാണ്. പണ്ട് കാലത്ത് ഗോതമ്പ് വീട്ടിലൊന്നുമില്ല. എങ്ങനെയാണ് ഗോതമ്പിന്റെ ഗോതമ്പ് കൊണ്ടുകൊണ്ട് വന്നിട്ട് വെളിച്ചിട്ട് ഒരു മാറ്റിച്ച് വീശുമ്പോൾ അവന്റെ കയ്യിലൊന്നും അറിയത്തില്ലേ, വചിട്ടില്ലേ? വീശുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശക്തിയില്ലാത്ത ബലഹീനമായ എല്ലാം കാറ്റത്ത് പറന്നു പോകും. ദൃഢമുള്ളത് ആ യഥാർത്ഥ ഗോതമ്പുകൾ മാത്രമേ നിർത്തേക്ക് തീരുള്ളൂ. അതുപോലെ മാറ്റിക്കളയാൻ കാര്യം വിശ്വാസമില്ല, പ്രാർത്ഥനയിൽ ഉപവാസമില്ല, ഒന്നുമില്ല. കാര്യം പിടിച്ചു നിൽക്കുന്നില്ല. പിശാചിനറിയാം ഇവരെ ഒന്ന് മാറ്റിക്കളയാൻ. ഇവരുടെ വിശ്വാസവും പോകും, പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ എല്ലാം പോകുന്ന പിശാചിനറിയാം. പക്ഷേ കർത്താവിനറിയാം എന്റെ വിശ്വാസം എത്രത്തോളം. ഹല്ലേലൂയ. അതുകൊണ്ട് തൊട്ട് താഴോട്ട് എഴുതിയിരിക്കുന്നത് സഹിക്കാൻ കഴിയുന്നതിലെ നമുക്ക് വായിക്കാൻ എഴുതിയിട്ടുണ്ട്. സഹിക്കാൻ കഴിയുന്നതിലെ പരീക്ഷ അനുവദിക്കാത്തവരാണ് നമ്മുടെ ദൈവം. ഇത്രത്തോളം നീ ഞാൻ സഹിക്കത്തുള്ളൂ എന്ന് തമ്പുരാൻ കർത്താവ് അറിയാം. ഹല്ലേലൂയ. ഇത്രത്തോളം ഞാൻ നീ പിടിച്ചു നിൽക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ മുഷിപ്പിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഹല്ലേലൂയ നമ്മുടേതായ ജീവിത രീതി അനുസരിച്ച് ഹല്ലേലൂയ ദൈവത്തെ പ്രകോപിപ്പിച്ചപ്പോഴും തള്ളിക്കളയാൻ നിർത്തിയത് അത് ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. അത് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. നമുക്ക് പ്രശംസിക്കാൻ വല്ലോ ഉണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആകുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഈ കൃപയെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ പ്രദേശം എന്താ? കൃപയെന്ന് പറഞ്ഞാൽ പ്ലീസ് അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നൽകും. കാരണം നമുക്ക് യാതൊരു അർഹതയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് യാതൊരു അർഹതയില്ല. പക്ഷേ എങ്കിലും ദൈവം നമ്മളെ ആ തേടി വന്ന അവസരം പ്രിയമുള്ളവരെ ഞാനെപ്പോഴും പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. നമ്മൾ ചർച്ചയുടെ ഓളമൊക്കെ നോക്കി ചിത്രമൊക്കെ പറയാറുണ്ട്. ഞാൻ ചർച്ചിന് അത് ചെയ്യും, അല്ലെ ചർച്ചിൽ ഞാനാണ് അടിസ്ഥാനം ഇട്ടത്, ഞാനാണ് മാസ്റ്ററെ ആ എല്ലാ സമയത്ത് എല്ലാം ചെയ്യുന്നത്. പക്ഷെ
ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ദൈവം നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, അതിന് നമ്മളെ യോഗ്യരാക്കി തീർത്തതായ ദൈവമല്ലേ? ഹല്ലേലൂയ. അത് നമ്മളെ യോഗ്യരാക്കി തീർത്ത ദൈവമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ സാറിനോട് ടെസ്റ്റ് വന്നതുപോലെ ഒരു സ്വപ്നക്കായ ചെയ്യാൻ പോലും ഇല്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒരു പോക്കറ്റിൽ ഒരു സ്വപ്നക്കാഴ്ച പോലും ഇല്ല. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നതിൽ ഓർക്കേണ്ട ഒരു കാര്യം, അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും കൊടുക്കുവാനും നമുക്കൊരു മനസ്സ് തന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അതിനുവേണ്ടി നമ്മൾ ഓർക്കരുത് ഞാനാണ് ചെയ്തതെന്നുള്ള ഒരു സ്വയം വെളിപ്പെടരുത്. ഇത് ഞാൻ പ്രസംഗിക്കുന്നതിൽ ശുശ്രൂഷ ചെയ്തെങ്കിൽ, ഈ ദേശത്ത് വേല ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, ഓർക്കേണ്ട ഒരു കാര്യം, അത് ദൈവത്തിന്റെ കൃപയാണ്. എന്നിലെന്തെങ്കിലും പ്രത്യേകതയോ ഗുണമോ കഴിവോ കണ്ടിട്ടല്ല, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ടാണ്. നമ്മളെ കുറിച്ചിരിക്കും ഈ വടക്കേറ്റുള്ള ദൈവമക്കൾക്ക് എന്തുമാത്രം പ്രിയമുള്ളവരെ, അവരൊക്കെ അത് സാധിക്കുന്ന ദൈവത്തിനാണ് അല്ലേ? ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുന്നത് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്തും നാട്ടിൽ വെച്ചിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ചില അവർക്ക് അത് വന്നല്ലോ എന്ന് പറയാനുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, അവർ ആ വേദനയിൽ പിടിച്ചു നിൽക്കുന്നെങ്കിൽ അവരിൽ അധികമായി കൃപ പറഞ്ഞിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യമുണ്ട്, അവിടെ ജീവിതത്തിൽ അനേക വീഴ്ചകളും വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വന്നെങ്കിൽ ദൈവം അതോടുകൂടി കൃപയും കൂടി പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് എന്റെ കൃപ നിനക്ക് മതി. പക്ഷേ ഹല്ലേലൂയ, ഓർക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതായ ഒരു ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പെറുപെറുക്കുകയും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓർക്കേണ്ട കാര്യം, അത് മാത്രം അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം, എനിക്ക് സഹിക്കാൻ കഴിയുന്ന ഇത്രയേ ഒരു മനുഷ്യനുള്ളൂ. എന്നിട്ട് കർത്താവ് ഇവിടെ പൗലോസുകാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലെ, നിൽക്കുന്നു വരുമ്പോൾ തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട്. ആ വാക്യം ഒന്നും വായിക്കാമോ? അതിന് താഴോട്ട് മനുഷ്യർക്ക് നടക്കല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിവിടെ ആദ്യം വിഗ്രഹം, നമുക്ക് വിഗ്രഹം ഒന്നുമില്ല. ചില വിഗ്രഹങ്ങളെ കാണാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ദൈവമല്ലേ നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹാരാധന ആണല്ലോ? വിഗ്രഹമുണ്ടോ? ഉണ്ടോ? എന്താ നമുക്കെല്ലാം വിഗ്രഹമുണ്ട്. ഓരോ വെച്ച് അറിയാം. ഈ ദ്രവ്യാഗ്രഹത്തെ കുറിച്ചാണ് ഏറ്റവും നമുക്ക് ജീവിതത്തിലാണ്. ദ്രവ്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന വിട്ടോടുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ എത്രമാത്രം നമ്മൾ സമ്പാദിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. രണ്ട് സ്ഥലം ചിന്തിച്ച് നോക്കിക്കേ. ഒത്തിരി അധ്വാനിച്ച് കൂട്ടിവെച്ചിട്ടും ഇന്നും ഓട്ടസഞ്ചരിക്കുന്ന പോലെ അവസരമുണ്ടോ? എന്നാൽ ഒന്നുമില്ലാത്ത അവസരം അല്ലെ? വലിയ അധ്വാനിച്ചില്ലെങ്കിലും കഷ്ടതയിലും പ്രയാസത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ഇന്നെല്ലാം ഉണ്ട്. സന്തോഷം സമാധാനം ഉണ്ടെങ്കിൽ അതുകൂടി ചിന്തിച്ച് നോക്കുകയും ഹല്ലേലൂയ. ഈ വിഗ്രഹത്തിന്റെ പുറമെ പോകുന്നതാണ് ഇന്ന് പലരുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര. നമ്മുടെ ജോലി നമുക്ക് വേണം അല്ലെ? മാന്യമായി ജീവിക്കണം, ജോലി വേണം. ഈ ലോകത്തിലെ ഹല്ലേലൂയ വസ്തുക്കളൊക്കെ നമുക്ക് വേണം. പക്ഷേ ദൈവത്തെക്കാൾ ഹല്ലേലൂയ നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നോ അതാണ് വിഗ്രഹം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവാത്മാവ് 2026 ഹല്ലേലൂയ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമായി കിടക്കും. സ്വന്തം ഭാര്യയാണെങ്കിലോ ഭർത്താവാണെങ്കിലോ ഏതെങ്കിലും വസ്തുവായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ആഗ്രഹമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും നന്മയായിക്കൊള്ളട്ടെ, നമുക്ക് അല്ലെ ദൈവത്തെക്കാൾ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ഓർക്കേണ്ടത് അതിനെ വിട്ട് കടന്നെങ്കിൽ മാത്രമേ അധികമായി ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെ ഇന്ന് അവിടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഓരോന്നായിട്ട് കടന്നു വന്നു. ഇസ്രായേൽ ജനം മാനസാന്തരപ്പെട്ടു
പാവപ്പെട്ടവരാണ്. ഇസ്രായേൽ ജനം മേഘത്തിന്റെ കീഴിൽ സ്ഥാനമേറ്റ് നടന്നവരാണ്. പക്ഷേ അവരിലൊന്നും പ്രസാദിച്ചില്ല. ദൈവമക്കളെ, നമ്മൾ സ്ഥാനപ്പെട്ടത് കൊണ്ടോ, നമ്മൾ ഇത്രയും നാൾ ദൈവത്തെ ആരാധിച്ചതുകൊണ്ടോ, പള്ളിയിൽ പോയതുകൊണ്ടോ, ഉപസിച്ചതുകൊണ്ടോ, സ്വന്തം കാഴ്ചിട്ടത് കൊണ്ടോ, ദൈവത്തിന് വേണ്ടി കൊടുത്തത് കൊണ്ടോ ആയില്ല. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആ കൃപയിൽ നിലനിന്നെങ്കിൽ മാത്രമേ അഗ്രനാട്ടിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ ഈ ഭൂമിയിലെ എന്തെങ്കിലും തിരിഞ്ഞും കുടിച്ച് നമ്മൾ ചാകുമല്ലോ എന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതം അടിസ്ഥാനപരമായി തീരും. അല്ലെങ്കിൽ ക്രമേണ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. അതാണ് ഇസ്രായേലിന് സംഭവിച്ചത്. ഇത് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായിരിക്കുന്നു, തന്നിരിക്കുന്നു മക്കളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവമക്കളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹൈദരാബാദ് പട്ടണത്തിൽ നമ്മൾ വന്നു. ഈ കൃപയിൽ ദൈവം നമ്മളെ നിർത്തിയെങ്കിൽ എത്രമാത്രം ദൈവത്തിന് സ്വന്തം ചെയ്യുക. അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന, അല്ലെ, വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന പശ്ചാത്തലത്തൊന്നും, അന്യാരത പോരിൽ നിന്നും, ഹല്ലേലൂയ, അനേകർക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം, അതെ ദുഷിച്ച കൂട്ടുകെട്ടിൽ ഞാൻ കിടന്നതായിരുന്നു. അനേകം കഴിക്കുകയാലുകളിൽ ഞാൻ കിടന്നതായിരുന്നു. എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു, വേണ്ടായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് കടലിന്മേൽ അല്ലെങ്കിൽ അപ്പവും മീനും വെച്ച് വിരുന്നൊരുക്കി നമുക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുന്നത് പോലെ നമ്മളെ കാത്ത് നമ്മളെ തേടി വന്നെങ്കിൽ അതല്ലേ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഞാൻ നിൽക്കുന്നുവെങ്കിൽ ദൈവം എന്നെ നിർത്തിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കേണ്ട, മറ്റുള്ളവരെ കുറ്റം പറയേണ്ട. നമ്മൾ ഈ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാമോ? എല്ലാവർക്കും ദൈവം കണ്ണുകളെ അടയ്ക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ കഴിഞ്ഞ നാളുകളൊക്കെ പലപ്പോഴും ഇതിൽ നിന്ന് വീണ്ടും പോകേണ്ടതായിരുന്നു. എന്റെ ജീവിതത്തിന്റെ ഓരോരോ സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കിക്കുകയും സ്വന്തം ഭാര്യ പോലും അറിയാം, സ്വന്തം ഭർത്താവ് പോലും അറിയാതെ, സ്വന്തം മക്കൾ പോലും അറിയാതെ, അല്ലെങ്കിൽ അപ്പനമ്മമാർ അറിയാതെ എത്രയോ സന്ദർഭം എന്താ ദൈവം നമ്മളെ വിടുവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മളത് തിരിച്ചറിയാറില്ല. അറിയാതെ, ലജ്ജ വരുത്താതെ, അപമാനം വരുത്താതെ, അറിയാതെ ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ അറിയുമല്ലോ, ആരും അറിയില്ലല്ലോ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നത്. ആരും അറിയാതെ മറ്റുള്ളവരുടെ കരങ്ങളിൽ, കാതുകളിൽ, മനസ്സുകളിൽ ശ്രദ്ധയിൽ എത്താതിരുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾ മിടുക്കന്മാരും ധരിക്കരുത്, അല്ലെങ്കിൽ പലതിലും നമ്മൾ ചെന്ന് വെട്ടിട്ട്, അല്ലെങ്കിൽ അവിടെയും കർത്താവിനെ കാരണം നമ്മളെ ചേർത്ത് പിടിച്ചെങ്കിൽ, അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോയി, പിന്മാറ്റത്തിൽ പോയി. അതുകൊണ്ട് ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നവോ? നമ്മളോട് ചോദിക്കുന്നതാ. നമുക്ക് ആർക്കും മറ്റാരും ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. അത്രമാത്രമാണ് ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകർന്നിരിക്കുന്നത്. അങ്ങനെ കൃപയ്ക്കായി സ്തോത്രം. ദൈവങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഈ ഗർഭപ്രവചനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്